സിപിഎം ജില്ലാ സെക്രട്ടറി വി ജോയ് നമ്മോടൊപ്പം ചേരുന്നു. വളരെ ദാരുണമായ സംഭവമാണ്. ഒരു RSS പ്രവർത്തകൻ അത് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ആത്മഹത്യ. അറിഞ്ഞിരുന്നു, എങ്ങനെയാണ് കാണുന്നത്? ഞാൻ കുറച്ചു മുമ്പ് ആണ് ഈ വിവരം അറിയുന്നത്. തൃക്കണ്ണാപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്ന ആളാണ് ആനന്ദ്. ആനന്ദ് ഒരു കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനകത്ത് പറയുന്നത് യഥാർത്ഥത്തിൽ 16-ാം വയസ്സ് മുതൽ ഞാൻ RSSൻ്റെ പ്രവർത്തകനായി നടക്കുകയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വരികയാണ്. ആ പ്രദേശത്ത് ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തുകയാണ്. എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ മാറ്റി ഒരു മാഫിയ പ്രവർത്തനം നടത്തുന്ന ഒരാളെയാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥി. ഗുരുതര ആരോപണമാണ്. അതായത് മണ്ണ് മാഫിയയ്ക്ക് വേണ്ടി തന്നെ ഒഴിവാക്കി, ഒപ്പം തന്നെ കൊള്ളാത്തവൻ, എന്തിനും കൊള്ളാത്തവൻ എന്ന രീതിയിൽ പ്രചാരണം നടത്തി. അത്തരത്തിൽ ഒരു സമഗ്ര അന്വേഷണം തന്നെ വേണ്ടി അത്തരത്തിൽ മാഫിയ പ്രവർത്തനം അടക്കം അതിൽ ഈ സ്ഥാനാർത്ഥി ആക്കാത്തത് കൊണ്ട് തന്നെ ആനന്ദ് തൻ്റെ വേണ്ടപ്പെട്ടവരോടും ഒരു പോസ്റ്റുമെല്ലാം ഇട്ടു. ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പോസ്റ്റ് ഇട്ടു. അതിനുശേഷം നടന്ന ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ആനന്ദ് മരണപ്പെടുന്നതിന് സാഹചര്യം ഒരുക്കുന്നത്. അപ്പോൾ BJPയോടൊപ്പം നിന്ന് ഏറ്റവും താഴ്ന്ന തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന RSSകാരനായി പ്രവർത്തിച്ചു വന്ന മാന്യമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിനകത്ത് സ്ഥാനമില്ല. പുത്തൻ പണമുണ്ടാക്കുന്നവരും മാഫിയ പ്രവർത്തനം നടത്തുന്നവർക്കുമാണ് BJPയിൽ ഇന്ന് കാര്യമുള്ളത്. അങ്ങനെയാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. അപ്പോൾ കടുത്ത മാനസിക പ്രയാസം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന നിലയിലാണ് അദ്ദേഹം ഈ കത്തെഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, എൻ്റെ മൃതശരീരം RSSകാരെ BJPക്കാരെ കാണിക്കരുത് എന്നുകൂടി അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ കടുത്ത ഒരു മാനസിക സംഘർഷം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് BJP നേതൃത്വം ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ്. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടാനുള്ളത്. ശക്തമായ അന്വേഷണം നടക്കേണ്ടതാണ്. ശക്തമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതാണ്. ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണോ മരണം സംഭവിച്ചിട്ടുള്ളത്? അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് പരിശോധിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. എന്തായാലും CPM ശക്തമായ അന്വേഷണം വിഷയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.